ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. ശ്രീ ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 7 മുതലാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പുരുഷോത്തമ യോഗ പറയുന്ന അധ്യായമാണ് 15-ാമത്തെ അധ്യായം. 7-ാമത്തെ ശ്ലോകം നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ് 7. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ശ്ലോകം വായിച്ചോളൂ ഒരാൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ ഇത് മടക്കി വെച്ചിട്ടുണ്ട് പേജ് നമ്മുടെ അതില് 5 കഴിഞ്ഞ പ്രാവശ്യത്തിൽ എടുത്തിരിക്കുന്ന എനിക്കറിഞ്ഞത്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ. അതെ, പ്രഭുജി 7-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. അങ്ങനെയാണോ? എന്തോ പല ഞാനിങ്ങനെ പേജ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, നമ്മൾ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളും കൂടെ ശ്ലോകം ഹരേ വായിച്ചോളൂ. കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥമേക്ഷയില പ്രഭുവാദ്. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഭാവാർത്ഥം: ജീവസത്തയുടെ വ്യക്തിത്വം വെളിവാക്കുന്ന ഈ ശ്ലോകം പരമപുരുഷന്റെ ചെറിയൊരംശമാണ്. ജീവാത്മാവ് എന്നും അങ്ങനെ തന്നെ ഇരിക്കും. ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതാണെന്നും മുക്തി നേടിയാൽ പരമപുരുഷനിൽ ലയിച്ച ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല. ജീവൻ എന്നും അംശഭൂതനാണ്. സനാതനഃ എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. വേദങ്ങൾ അനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രാധാന്യമേറിയവയെ വിഷ്ണു തത്വമെന്നും രണ്ടാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കൾ എന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണു തത്വമാണ് സ്വാംശമെന്ന് പറയുന്നവ. വിഭിന്നാംശങ്ങൾ ജീവാത്മാക്കളും സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠ ഗ്രഹങ്ങളിലെ പ്രധാന ദേവന്മാരും ഉൾപ്പെടും. വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങൾക്ക് വ്യക്തിഗതമായ ദൈവത ഭാവം എല്ലായ്പ്പോഴും ഉണ്ട്. അതുപോലെ വിഭിന്നാംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം. അംശങ്ങൾ എന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവത് ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ജീവൻ ബദ്ധാത്മാവായി തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വീണ്ടും വിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെ പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വതത്വമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയല്ല. മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമഭരിതമായ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ മറന്നു പോവുകയും ചെയ്തേക്കാം. അതിന്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തന്റെ ജീവിതം നിലനിർത്താൻ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മവിഷ്ണു ശിവാദികളും പരമപുരുഷ അംശങ്ങളാണ്. അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്.
കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ മിഥ്യ അഹങ്കാരത്തിന്റെ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയിലേക്ക് ജീവനെ മുഖ്യമായി പിടിച്ചിഴയ്ക്കുന്നത് മനസ്സ് തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കെ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. രജോഗുണ ഭരിതമെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ക്ലേശകരമായിരിക്കും. തമസ്സിനടിമപ്പെട്ടിരുന്നാൽ താഴ്ന്നതരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെട്ട ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച ആത്മീയ ശരീരം അതിന്റെ വ്യക്തിഗതമായ കഴിവുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സാ വ ഏഷ ബ്രഹ്മനിഷ്ഠ ഇതം ശരീരം മർത്യം അതിസൃജ്യ ബ്രഹ്മാഭി സമ്പദ്യ ബ്രഹ്മണ പശ്യതി ബ്രഹ്മണ ശൃണോതി ബ്രഹ്മണേ വേദം സർവം അനുഭവതി മാദ്യം ദിനായന ശ്രുതി. ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കെ തന്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണാനും സംവദിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കുവാനും കഴിയും. വസന്തി എത്ര പുരുഷാഹ സർവേ വൈകുണ്ഠമൂർത്തയഃ എന്ന് സ്മൃതിയുമുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതുപോലുള്ള ശരീരമുള്ളവരാണ്. ശരീരഘടനയിൽ വിവിധ വിഷ്ണുമൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ മുക്തനായ ജീവന് ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. മുഴുവൻ വായിക്കട്ടെ പ്രഭുജി? വായിച്ചോളൂ, വേറെ ആരും ഇല്ലെങ്കിൽ വായിച്ചോളൂ. മമൈ വംശ ഭഗവാന്റെ ചെറിയ അംശങ്ങൾ എന്നതും വളരെ അർത്ഥവത്താണ്. പരമപുരുഷന്റെ ഒരു അംശം എന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിന്റെ തുണ്ട് പോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടുതുണ്ടാക്കാൻ വയ്യെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ കൂട്ടിച്ചേർക്കുകയുമാവാം. ആ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. സർവ്വജീവികളിലും പരമപ്രഭുവിന്റെ ചെറിയ അംശമുണ്ടെന്ന്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ മുൻകാലത്ത് പരവ്യോമത്തിൽ ആധ്യാത്മിക ഗ്രഹത്തിൽ തന്റേതായിരുന്ന അഭൗതിക ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നിധി പുകി ആനന്ദിക്കുന്നു. സ്വർണ്ണത്തരികളോരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവത് എന്ന നിലയ്ക്ക് ജീവസത്തുകൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഇവിടെ ഭഗവാന്റെ അംശമാണ് നമ്മൾ എല്ലാവരും എന്നുള്ളത് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകളും പറയുന്ന പോലെ, ക്ഷമിക്കണം, ഇൻ്റർനെറ്റിൻ്റെ ചെറിയൊരു ഫ്ലക്ച്വേഷൻ കാണുന്നു. കേൾക്കുന്നില്ലെങ്കിൽ പറയണം. മമേ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. അപ്പോൾ ഭഗവാൻ പറയുന്നു ഇവിടെ ജീവാത്മാക്കൾ, ജീവജാലങ്ങളെല്ലാം, ലിവിങ് എൻറ്റിറ്റീസ് എല്ലാം ഇവിടെയുള്ളത്, ഈ ഭൗതിക ലോകത്തിലുള്ളത് എല്ലാവരും മമേ വാംശോ, എൻ്റെ അംശമാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ജീവഭൂത സനാതന, അത് സനാതനമാണ്. ഈ ജീവാത്മാക്കളെല്ലാം സനാതനമാണ്. ഇതൊന്നും ജീവാത്മാക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഏത് ജീവജാലങ്ങളായിക്കോട്ടെ, ജീവാത്മാവാണെങ്കിൽ ഒരിക്കലും നശിക്കില്ല. അതാണ് പറയുന്നത്. നാശവുമില്ല, സനാതനമാണ്. ഭൗതിക പ്രപഞ്ചം സനാതനമല്ല. സനാതനമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടിയും സംഹാരവും നടക്കുന്നുണ്ട്. എന്നാൽ ജീവാത്മാക്കൾ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് അത് സനാതനമാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സൃഷ്ടി നടക്കുന്ന സമയത്ത് സംഹാരം നടക്കുന്ന സമയത്ത് ജീവാത്മാക്കൾക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോവാത്തവർ, അല്ലെങ്കിൽ ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിലുള്ളവർ സംഹാരത്തിൻ്റെ മഹാപ്രളയം നടക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അടുത്ത സൃഷ്ടി നടക്കുന്ന സമയത്ത് അതനുസരിച്ച് ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് ഏത് ബ്രഹ്മാണ്ടത്തിലേക്കാണോ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അതനുസരിച്ച് നമുക്ക് ഓരോ ബ്രഹ്മാണ്ടങ്ങളിലേക്കാരും, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ കർമ്മം അനുസരിച്ച് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് വിടുന്നു. അങ്ങനെ നമ്മുടെ കർമ്മം അനുസരിച്ച് അതുപോലെ നമുക്ക് ശരീരങ്ങളും കിട്ടുന്നു. മനുഷ്യ ശരീരമാവാം, ദേവതമാരുടെ ശരീരമാവാം,
അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരമാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതെല്ലാം കർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ മന ഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. മന എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. ഈ മനസ്സാണ് ഇന്ദ്രിയങ്ങളിൽ, ഷഷ്ടാനീന്ദ്രിയാണി, 5 ഇന്ദ്രിയങ്ങൾ നമുക്കറിയാം. ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? ആരെങ്കിലും പറയൂ. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. താങ്ക് യു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, അതാണ് ഷഷ്ടാനി. 6ാമത്തെ ആൾ ആണ് മനസ്സ്. ഇപ്പോൾ മനസ്സാണ് ഇതിൽ വെച്ച് എല്ലാവരുടെയും ബോസ്. മനസ്സാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, സൂപ്പർവൈസറിനെ പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ബോസിനെ പോലെയാണ് ആര്? മനസ്സ്. അങ്ങനെ ഈ മനസ്സും മറ്റുള്ള ശരീരവും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ എല്ലാം ഭൗതിക തലത്തിലുള്ളതാണ്. ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഇന്ദ്രിയങ്ങളും ഉണ്ടാവും, മനസ്സും ഉണ്ടാവും. ഈ പറയുന്ന ജ്ഞാനേന്ദ്രിയമാവട്ടെ, കർമ്മേന്ദ്രിയങ്ങളാവട്ടെ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരം വരുന്നു. അതിൽ വരുന്നു മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ 24 മൂലകങ്ങൾ പറയുകയാണെങ്കിൽ 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വസ്തുക്കൾ, പിന്നെ മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരം 18ആയി. പിന്നെ എന്താണ് വരുന്നത്? പ്രകൃതി, ഭൂമി, അപ്പോനല്ലോ, വായുഖം, മനോബുദ്ധിർ, അല്ലേ? 5 എണ്ണം കൂടെ വരുന്നു. അപ്പോൾ 23ആയി. പിന്നീട് പറയുന്നു, ചില ഭാഗത്ത് പറയുന്നുണ്ട് സമയം എന്ന് പറയുന്നു, പ്രധാനം എന്ന് പറയുന്നു. പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൗതിക ലോകത്തിലെ അല്ലെങ്കിൽ എല്ലാ മൂലകങ്ങളുടെയും അത് പ്രകടമാവുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥയെ പ്രധാനം എന്ന് പറയുന്നു. മഹത്തത്വയിൽ ഇരിക്കുന്ന സമയത്ത്, മഹത്തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റായി, അതിന് മുമ്പുള്ള അവസ്ഥയാണ് പ്രധാനം എന്ന് പറഞ്ഞു. എല്ലാ മൂലകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മൂലകങ്ങളെയും ഒരുമിച്ച് അത് പ്രകടമാവുന്നേക്കാൾ മുമ്പുള്ള, ആക്റ്റീവ് ആവുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥയാണ് പ്രധാനം എന്ന് പറയുന്നത്. അതിനുശേഷം ഭഗവാന്റെ ദൃഷ്ടിയിലൂടെ അത് ആക്റ്റീവ് ആവുന്നു. അങ്ങനെയാണ് പ്രകൃതി ആവുന്നത്. ഇതെല്ലാം നടക്കുന്നത് മഹത്തത്വ എന്ന് പറയുന്ന തത്വമാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു മനസ്സ്, ഷഷ്ടാനീന്ദ്രിയൻ, മനസ്സിനെ എടുത്ത് പറയുന്നുണ്ട്. കാര്യം മനസ്സാണ് ഇതിൽ വെച്ച്, ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ നമ്മുടെ ശത്രുവാവാൻ സാധിക്കുന്നതും മിത്രമാവാൻ സാധിക്കുന്നതും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട് മനസ്സിന്. മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി നിയന്ത്രണത്തിൽ വരും. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് 6ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ വായുവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത് അവിടെ? ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദം, അല്ലേ? അദ്ദേഹം പറയുന്നു ചഞ്ചലമാണ് ഈ മനസ്സ്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വായുർ ഈവ സദുഷ്കരം, വായുവിനെ നിയന്ത്രിക്കുന്നേക്കാൾ അത് വേണമെങ്കിൽ എനിക്ക് സാധിക്കും. അർജുനൻ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം അർജുനൻ അത്രയും ശക്തിശാലിയാണ്. അർജുനൻ പറയുന്നു വായുവിനെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. അർജുനൻ്റെ അദ്ദേഹം ക്ഷത്രിയനായിട്ടുള്ള അർജുനൻ, ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നു ബാക്കി പലതും എനിക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മനസ്സ് ചഞ്ചലമാണ്, പ്രമാദമാണ്, അതായത് വളരെ സ്ട്രോങ് ആണ്, ഒബ്സ്റ്റിനേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് തീരുമാനങ്ങൾ ചിലപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് വേണം, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും മനസ്സ്. അങ്ങനെയൊക്കെയാണ് മനസ്സിൻ്റെ പ്രശ്നം. പിന്നെ ചഞ്ചലമാണ്, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഉത്തരമായിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് അവിടെ, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹഞ്ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന വിരീയത. അദ്ദേഹം പറയുന്നു മനസ്സ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കാൻ. അസംശയം, ഭഗവാൻ പറയുന്നത് അങ്ങനെയാണ്. അസംശയം എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, മനസ്സ് വളരെ ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കാൻ. അപ്പം ഭഗവാൻ തന്നെ അത് പറയുവാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുന്നു, എന്നാൽ
നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? അഭ്യാസേന തു കൗന്ദേയ. അഭ്യാസം അതേപോലെ വൈരാഗ്യം, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അഭ്യാസത്തിലൂടെ അതേപോലെ വൈരാഗ്യം. എന്താണ് വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? വിരക്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ അഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയിൽ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഭക്തിയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അഭ്യാസം. നമ്മുടെ സാധന ചെയ്യുന്നത് എന്നെല്ലാം അതിൽ വരുന്നു. അപ്പോൾ ആചാര്യന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അഭ്യാസം വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ പറയുന്നു, അഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തിയിൽ സഹായിക്കുന്ന കാര്യങ്ങൾ, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ചെയ്യുന്നതിനെ അഭ്യാസമായിട്ടും, അതേപോലെ വൈരാഗ്യത്തെ പറയുന്നു ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ളതെല്ലാം അല്ലെങ്കിൽ അനുകൂലമല്ലാത്തത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുന്നത്. അപ്പോൾ അനുകൂലമായിട്ടുള്ളതിനെ സ്വീകരിക്കുക, പ്രതികൂലമായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുക. ഇതാണ് അഭ്യാസവും വൈരാഗ്യവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അനുകൂലമായിട്ടുള്ളത്? ഭഗവാൻ അല്ലെങ്കിൽ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതൊക്കെയാണ് ശ്രവണം, കീർത്തനം, സ്മരണം. ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്ന ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, അതേപോലെ നാമം ജപിക്കുന്നു, സത്സംഗങ്ങൾ കൂടുന്നു. ഇതെല്ലാം ഭക്തിക്ക് പ്രതികൂലം അല്ല, അനുകൂലമാണ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രതികൂലമായിട്ടുള്ളത് എന്താണ്? അതായത് ഭഗവാനെ മറക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ വരുന്നു. ഭഗവാനെ മറക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തുള്ള ബാക്കിയുള്ള നമ്മുടെ എൻഗേജ്മെൻറ്റ്സ് എന്തൊക്കെയാണോ, പലതരത്തിലുള്ള ന്യൂസുകളായിരിക്കാം, ഈവൻ ന്യൂസ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമയായിരിക്കാം, ടി വി ആയിരിക്കാം, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്ന് മറന്ന് നമ്മൾ ഇരിക്കുന്ന സമയമാണ് അതിൻ്റെ പുറകിൽ പോകുമ്പോൾ, അല്ലേ? ഭഗവാനിൽ നിന്ന് മറന്നിരിക്കുകയാണ്. ഭഗവാനെ മറക്കുന്ന അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വാക്കുകളാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ചെയ്യാൻ സാധിക്കും ഒരേ സമയത്ത്. അതായത് സാധന ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങൾ അതായത് ഭഗവാനെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും. രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. രണ്ടിലും നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഭക്തിമാർഗത്തിൽ ആ വിരക്തി എന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. വേഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഇനി അതല്ല, ആഗ്രഹമില്ലെങ്കിൽ അതനുസരിച്ചിട്ട് അതിൻ്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ ശരിക്കും ഈ ഒരു മാർഗമാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിലല്ല, എത്രയോ ജന്മങ്ങളിലായിട്ട് മനസ്സ് പറയുന്നതും ഇന്ദ്രിയങ്ങൾ പറയുന്നതും ഒക്കെ അതിൻ്റെ പുറകിൽ പോയി ഗോദാസന്മാരായി ഇരുന്നിട്ടുണ്ട്. ഗോദാസൻ ഗോസ്വാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗോദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയം എന്നുള്ള ഒരു അർത്ഥം വരുന്നു. ഇന്ദ്രിയങ്ങളുടെ ദാസനായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് ഗോദാസർ എന്ന് പറയുക. എന്നാൽ ഗോസ്വാമി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർ, ഇന്ദ്രിയങ്ങളുടെ ബോസ്, അതായത് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ കൺട്രോളിലുള്ള ആളുകളെയാണ് ഗോസ്വാമിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഗോദാസരായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എവിടെയും എത്താൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ തന്നെ, ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ അതാണ് പറയുന്നത്, മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇവിടെയും പറയുന്നു മനസ്സാണ് ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം. മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ വരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് ഓരോ ജീവാത്മാക്കളും ഈ ലോകത്തിൽ, സനാതനമായിട്ടുള്ള ജീവാത്മാക്കൾ ഇവിടെ വീണ്ടും വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. അതായത് ജീവാത്മാക്കൾക്കൊന്നും സംഭവിക്കുന്നില്ല. ജീവാത്മാക്കൾ ശാശ്വതമാണ്. ശരീരങ്ങൾ പുതുതായിട്ട് എടുക്കുന്നു, ശരീരങ്ങൾ ഉപേക്ഷിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ജീവാത്മാക്കൾ ശാശ്വതമാണ്. അതാണ് പറയുന്നത്. ശരീരങ്ങൾ മാറുന്നുണ്ട്. ശരീരങ്ങൾ മാറുന്നത് കർമ്മം അനുസരിച്ച് നമുക്ക് ഓരോ ശരീരങ്ങൾ കിട്ടുന്നു. ഇവിടെ പറയുന്നു, ഇവിടെ
ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ്. കർഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിക്കുന്നത്. നമുക്കത് കഷ്ടപ്പാടായിട്ട് ഒരു പക്ഷെ തോന്നുന്നുണ്ടാവില്ല, പക്ഷേ സത്യമാണ്. ജന്മ മൃത്യു ജരാവ്യാധി ഇത് എല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. കൂട്ടത്തിൽ ക്ലേശങ്ങൾ, ആദി ദൈവിക ക്ലേശം, ആധ്യാത്മിക ക്ലേശങ്ങൾ, ആദി ഭൗതിക ക്ലേശങ്ങൾ, ഇതെല്ലാം ഉണ്ട് ഈ ലോകത്ത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ദുഃഖാലയമാണ് ഈ ഒരു ഭൗതിക ലോകമെന്ന്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക്. എന്നാൽ അതിലും സന്തോഷം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്നു. അതാണ് സംഭവിക്കുന്ന പ്രശ്നം. അപ്പോൾ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ മനോഹരമായിട്ട് പറയുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ജീവാത്മാക്കളെക്കുറിച്ച് പറയുന്നു. ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ളത് പറയുന്നു. സനാതനമാണ്, അതായത് ഒരിക്കലും നശിക്കുന്നതല്ല. ഇതെല്ലാം നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജീവാത്മാക്കളുടെ ആ ഒരു പ്രത്യേകത, അല്ലേ? അതായത് സനാതനമാണ്, ഒരിക്കലും നശിക്കുന്നതല്ല എന്നുള്ളതും, വെള്ളം കൊണ്ടും ആയുധം കൊണ്ടും കത്തിച്ചാലും തീ കൊണ്ടും ഒന്നും നശിക്കുന്നതല്ല, അതേപോലെ മുറിക്കാൻ സാധിക്കില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ അർത്ഥം അത് സനാതനമാണ് എന്നുള്ളതാണ്. പിന്നീട് ശീല പ്രഭുപാദ് പറയുന്നു ഭഗവാന്റെ വിസ്തരണങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ മമയ വംശോ ജീവലോകി, അതായത് ഭഗവാൻ പറയുന്നു എൻ്റെ അംശങ്ങളാണ് ജീവാത്മാക്കളെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ അംശങ്ങളെക്കുറിച്ച് ഇവിടെ പ്രഭുപാദ് പറയുവാണ്. 2 തരത്തിലുണ്ട് അംശങ്ങൾ. ഒന്ന് സ്വഅംശങ്ങൾ, 2 വിഭിന്ന അംശങ്ങൾ. സ്വഅംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ സ്വഅംശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങളെയാണ് സ്വഅംശങ്ങളായിട്ട് പറയുന്നത്. അംശാവതാരങ്ങളൊക്കെ, ബാക്കിയുള്ള ഭഗവാന്റെ അവതാരങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? അതിൽ എല്ലാവരും ഭഗവാനിൽ നിന്ന് വരുന്നതാണല്ലേ. നമുക്കറിയാം ഭഗവാനാണ് പുരുഷോത്തമൻ. അദ്ദേഹം ആണ് സ്വയം ഭഗവാൻ. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റുള്ള വിസ്തരണങ്ങളും അവതാരങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അംശങ്ങൾ ആണ് ഭഗവാൻ ഒറിജിനലിൽ നിന്ന് വരുന്നു. അപ്പോൾ സംശയം വരാം, അംശാവതാരങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാംശ അവതാരങ്ങളും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദ്യം വരാം ഒരു പക്ഷേ. ചോദ്യം നല്ലതാണ്. വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വത്തിൽ വ്യത്യാസം വരുന്നില്ല ഭഗവാന്റെ സ്വാംശ അവതാരങ്ങൾക്ക്. എന്നാൽ ഭാവത്തിലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ടാവും, അതും വ്യത്യാസമുണ്ടാവും. ഭാവത്തിലും വ്യത്യാസമുണ്ട്. എന്നാൽ വിഭിന്ന അംശം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതാണ് പറയുന്നത് സ്വാംശം ഭഗവാന്റെ അവതാരങ്ങൾ, വിഭിന്ന അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വിഭിന്ന, അതായത് നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കളെയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ സെക്കൻഡറി എക്സ്പാൻഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് എക്സ്പാൻഷൻ എന്നോ പറയും. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവാത്മാക്കളെയാണ്, അതായത് ഭഗവാന്റെ അംശം തന്നെയാണ്. എന്നാൽ സ്വാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത് തത്വം, വിഷ്ണു തത്വത്തിൽ വരുന്നു. എന്നാൽ ജീവതത്വമായി വരുന്നതാണ് വിഭിന്നാംശം. വിഭിന്നാംശം ആണെങ്കിലും, അതായത് ഭഗവാന്റെ സെക്കൻഡറി എക്സ്പാൻഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്ഷനുണ്ട്. കാര്യം ഭഗവാന്റെ അംശമാണ്, അതാണ് പ്രത്യേകത. ഇവിടെ പറയുന്നു ശ്രീരാമൻ, നരസിംഹദേവൻ, വിഷ്ണുമൂർത്തികൾ ഇവരെല്ലാവരും സ്വാംശങ്ങളാണ്, വിഷ്ണു തത്വങ്ങളാണെന്ന് പറയുന്നു. അതേപോലെ ജീവാത്മാക്കളെയാണ് വിഭിന്നാംശമായിട്ട് പറയുന്നത്. വിഭിന്നാംശമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ ഗുണങ്ങളുടെ ചെറിയ അംശങ്ങൾ നമുക്കുമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ രൂപമുള്ളത്. നമ്മുടെ രൂപം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളാവട്ടെ, ഭംഗിയാവട്ടെ, നമുക്കുള്ള ഐശ്വര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ അറിവുകളാവട്ടെ, ബുദ്ധിയാവട്ടെ, കുറേ കാര്യങ്ങൾ, കുറേ ക്വാളിറ്റീസ്, അല്ലേ? ഷഡ് ഐശ്വര്യങ്ങൾ പറയുന്നു. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ, അല്ലേ? 6 ഐശ്വര്യങ്ങൾ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ. അതെല്ലാം പൂർണ്ണമായിട്ടും കൃഷ്ണനുണ്ട്, ഭഗവാനുണ്ട് 100%. അപ്പോൾ വിഭിന്നാംശങ്ങളായിട്ടുള്ള നമുക്ക് അതിൻ്റെ ചെറിയ കണം, ചെറിയ ഒരു പെർസെൻറ്റേജ് നമുക്കും ഉണ്ട്. അതുകൊണ്ടാണ് അറിവുകളും ബുദ്ധിയൊക്കെ ഉള്ളത്, രൂപമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസിൽ ഭഗവാന്റെ ക്വാളിറ്റീസിൻ്റെ കുറച്ച് ചെറിയ അംശങ്ങൾ നമുക്കുണ്ട്. കാരണം എന്താണ്? ഭഗവാന്റെ അംശമായതുകൊണ്ട്, ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് ആണ് ഇതെല്ലാം ഉള്ളത്.
അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പ്രഭുപാദ് പറയുന്നു അങ്ങനെ ക്വാളിറ്റീസ് മൈന്യൂട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഭഗവാനിലുള്ള ക്വാളിറ്റീസ് മൈന്യൂട്ടാണ്, എന്നാൽ ഭഗവാൻ പൂർണ്ണമാണ്, നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണുള്ളത്. എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് സമുദ്രത്തിലെ ജലം എടുക്കുവാണെങ്കിൽ സമുദ്രജലം ഉപ്പുരസമാണ് അല്ലേ. സമുദ്രജലത്തിലെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, ഒരുപാടുണ്ട്. എന്നാൽ ഒരു ഡ്രോപ്പ് എടുക്കുന്നു, നമ്മൾ ചെറിയൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വെള്ളമെടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമുദ്രത്തിലെ ജലത്തിൻ്റെ ആ ക്വാളിറ്റിയും ഇവിടെയുള്ള ക്വാളിറ്റിയും, എവിടെയുള്ളത് ലാബിലുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടും H2O, ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. എന്നാൽ അളവിൽ വ്യത്യാസമുണ്ട്. ലാബിലുള്ളത് ടെസ്റ്റ് ട്യൂബിലുള്ള അത്രേ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. എന്നാൽ സമുദ്രത്തിലെ ആണെങ്കിൽ അനന്തമാണ്, അല്ലെങ്കിൽ ഒരുപാടുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ അതേപോലെയാണ് ഭഗവാന്റെ ക്വാളിറ്റികൾ കുറച്ച് നമുക്കുണ്ട്, എന്നാൽ അതിൻ്റെ അളവ് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് വേറെ സിദ്ധാന്തങ്ങൾ പറയുന്ന, അതായത് തെറ്റായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനും നമ്മളും ഒന്നാണ് എന്ന് പറയുന്നത് ഒന്നാണ് എങ്ങനെയാണെങ്കിൽ ഈ ഗുണങ്ങളിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സാമ്യമായിട്ടുള്ളത് സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാൽ അതേപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഒരേ സമയത്ത് കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ക്വാളിറ്റികൾ ഭഗവാന്റെ ചെറിയ ചെറിയ അംശമുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാം സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത്. എന്നാൽ അതേപോലെ വ്യത്യാസം, ഡിഫറൻസ് ആണ് കൂടുതലും. കാര്യം ക്വാണ്ടിറ്റിയിൽ അളവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ മഹാപ്രഭുവിൻ്റെ സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള അചിന്ത്യ ഭേദ അഭേദ തത്വം എന്നാണ്. ഭേദ അഭേദ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റിയും ഡിഫറൻസും, ഒരേപോലെ ഉള്ളതും അതുപോലെ ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയത്ത് വ്യത്യാസമുണ്ട് എന്നാൽ സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെയാണ് അല്ലെ. ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാന്റെ ക്വാളിറ്റീസിൻ്റെ ചെറിയ അംശങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അതേ സമയത്ത് അളവിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഭഗവാൻ പരമപുരുഷനും നമ്മൾ ചെറിയ ചെറിയ അംശങ്ങൾ, ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമുക്ക്, അല്ലെങ്കിൽ അളവിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു സിമിലാരിറ്റി ഉണ്ട്, അതേപോലെ വ്യത്യാസമുണ്ട്. ഒരേ സമയത്ത് അചിന്ത്യവുമാണ്. അപ്പോൾ മഹാപ്രഭു അചിന്ത്യം എന്നുള്ള പറയുന്ന വാക്കും ഉപയോഗിക്കുന്നു. അചിന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല, പലതും അതിന് അപ്പുറത്താണ്. ഈ ഭൗതികമായിട്ടുള്ള ബുദ്ധിയും നമ്മുടെ അല്ലെങ്കിൽ മനസ്സും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പലതും അചിന്ത്യമാണ് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദി അതാണ് പറയുന്നത്. ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം കുറച്ചുണ്ട്, ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്കുണ്ട്, ചെറിയ അളവിലുണ്ട്. കൂട്ടത്തിൽ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതുകൊണ്ട്, കാര്യം ഓരോ ജീവാത്മാക്കൾക്കും ഒരു ചെറിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചോയ്സ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്, ആ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ സത്സംഗം അറ്റൻഡ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, 2 ഓപ്ഷനുണ്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും. ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. അത് ഈ ഗുണങ്ങളുടെ, ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെ ഒരു അംശം നമുക്കുണ്ടെന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്വാതന്ത്ര്യവും. അപ്പോൾ അത് തന്നിട്ടുള്ളത്, ആ ക്വാളിറ്റി ഉള്ളത് എന്തുകൊണ്ടാണത്? ഭഗവാന്റെ ക്വാളിറ്റിയാണ്. കൂട്ടത്തിൽ ഭഗവാൻ എന്താണ്? സ്വരാട്ടാണ് അല്ലേ. സ്വരാട്ടെന്ന് പറയും ഭഗവാനെ. ജന്മാദ്യസ്യ യഥാൻവയാത് ഇതരതസ് ചാർത്തേഷു അഭിജ്ഞ സ്വരാട്ട്, ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ അവിടെ പറയുന്നു. സ്വരാട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭഗവാന്റെ സ്വരാട്ട് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, എല്ലാം അദ്ദേഹം തന്നെ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ചെറിയൊരു അംശമാണുള്ളത്. ആ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട. അപ്പോൾ വേണമെങ്കിൽ നാമം ജപിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നു, പ്രശ്നമല്ല, അത് നല്ലതാണ് ഇൻഡിപെൻഡൻസ് ഉള്ളത്. കാര്യം അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ലത് ചെയ്യുന്നു, ചീത്ത ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചീത്ത ചെയ്യുന്നു. അപ്പോൾ ചോദിക്കാം, എന്തിനാണ് ഭഗവാൻ ഇൻഡിപെൻഡൻസ് തന്നിട്ടുള്ളത്?
ഈ ചീത്ത ചെയ്യാനുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഈ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും നല്ലത് ചെയ്തേനെ എന്ന് നമ്മൾ ചിന്തിക്കാം ഒരു പക്ഷേ ഭഗവാൻ നമ്മളെ നിർബന്ധിക്കുകയാണ് എല്ലാവരെയും. നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നെ സ്നേഹിക്കണം, ആരാധിക്കണം. അങ്ങനെ നിർബന്ധിച്ച് വടിപിടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ? അല്ല. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിൽ സ്നേഹമെന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. ഒരാൾ പോട്ടെ, ഭഗവാന്റെ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം ഒരാൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടുപേർക്കും ഉള്ളിൽ നിന്ന് തോന്നിയാലേ അത് സ്നേഹമാവുള്ളൂ, അല്ലെങ്കിൽ അത് സ്നേഹമെന്ന് പറയാൻ സാധിക്കില്ല. ഒരാൾക്ക് ഒരിക്കലും വടിയെടുത്ത് നിർബന്ധിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്നേഹം. നാച്ചുറലി വരേണ്ടതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നതും ഓരോ ജീവാത്മാക്കൾക്കും ഓൾറെഡി ഉണ്ട് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധു കബൂനായി ശ്രവണാദി ചിത്തഹയത്തെ കരയെ ഉദായി. ഭഗവാനുമായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം ഓൾറെഡി ഉണ്ട് എല്ലാവർക്കും. പക്ഷേ അത് മൂടിയിരിക്കുകയാണ്. പലവർക്കും ആ മൂടിയിട്ടുള്ളതിൻ്റെ കവറിൻ്റെ കട്ടികൾ വ്യത്യാസമുണ്ട്. ചിലവർക്ക് വളരെ ലൈറ്റായിട്ടുള്ള കവറിങ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ഭക്തിയുത സേവനങ്ങളിലൂടെ ആ കവർ മാറ്റാൻ എളുപ്പമാണ്. ചിലവർക്ക് അതിൻ്റെ കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും. എന്നാൽ എല്ലാവർക്കും കണക്ഷനുണ്ട് തീർച്ചയായിട്ടും. അത് ഏത് നിരീശ്വരവാദിയാവട്ടെ, ആരെ വേണമെങ്കിൽ എടുത്തോളൂ, നിത്യസിദ്ധമാണ് അത് ഭഗവാനുമായിട്ടുള്ള ആ സ്നേഹബന്ധം. എന്നാൽ അത് മൂടിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഭഗവാൻ ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ളത് ഭഗവാനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ ഒരാളെ ഫോഴ്സ് ചെയ്യുന്ന കാര്യമല്ല. റോബോട്ടുകളാക്കിയിട്ടില്ല നമ്മൾ. ഭഗവാൻ നമ്മളെ റോബോട്ട്സ് അല്ല നമ്മൾ. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. റോബോട്ടുകളൊക്കെ ഒരുപാട് ഇനി ഫ്യൂച്ചറിലും വരാൻ പോകുന്നു. അപ്പോൾ റോബോട്ടുകളല്ല നമ്മൾ ഓരോരുത്തർ. റോബോട്ട് എന്താണ്? സ്വിച്ച് ഓൺ ചെയ്യുന്നു, അത് അതിൻ്റെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യുന്നു. അങ്ങനെ നമ്മളെ സ്വിച്ച് ഓൺ ചെയ്യുന്ന റോബോട്ടുകളല്ല. അങ്ങനെയാണെങ്കിൽ റോബോട്ടുകൾ മാത്രമാണെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടാവും? ചിന്തിച്ചു നോക്കൂ. ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു മെഷീൻ നടക്കുന്ന പോലെ നടക്കും. അതല്ല, അങ്ങനെയല്ല കാര്യം. അപ്പോൾ ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം കുറച്ച് തന്നിട്ടുള്ളത് തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനാണ് സ്നേഹമെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് വെറും ഒരു മെക്കാനിക്കൽ കാര്യമായി മാറും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതും ഭഗവാന്റെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതും. ജീവാത്മാക്കൾ, ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം നമ്മളെല്ലാവരും മറന്നിരിക്കുന്നു. അപ്പോൾ ജീവാത്മാവ് മറക്കുമോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ജീവാത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. പ്രശ്നം എന്ത് സംഭവിക്കുന്നു? ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ കാണുന്ന ശരീരം, പുറമേ കാണുന്ന സ്ഥൂല ശരീരം നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. കൂട്ടത്തിൽ സൂക്ഷ്മ ശരീരവും നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു. ഈ ലോകത്ത് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി നമുക്ക് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ആവശ്യമാണ്. ഇല്ലാതെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്ഥൂല ശരീരം ആണ് പുറമേ കാണുന്നത്, സൂക്ഷ്മ ശരീരമാണ് മനസ്സും ബുദ്ധിയും നിത്യഹങ്കാരവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും നമ്മുടെ കൂടെ ഈ ലോകം വിടുന്നവരെ. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. ജീവാത്മാവിനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് സൂക്ഷ്മ ശരീരം, മനസ്സും ഇന്ദ്രിയവും, അതേപോലെ മിഥ്യാഹങ്കാരവും. അപ്പോൾ നമ്മൾ ഈ ശരീരം വിട്ട്, ഈ സ്ഥൂല ശരീരം വിട്ട് വേറെ ശരീരം സ്വീകരിക്കുമ്പോൾ, മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ശരീരം നശിക്കുന്നു, പുറമേ കാണുന്ന നശിക്കുന്നു. പക്ഷെ സൂക്ഷ്മ ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല. മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും ആത്മാവിൻ്റെ കൂടെ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ജന്മങ്ങളിലെ, പൂർവ്വജന്മങ്ങളിലെ വാസന നമുക്ക് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നമ്മളിൽ പലവരും ഭക്തിയുത സേവനങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരും കാലത്ത് എഴുന്നേറ്റ് നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഭാഗവതം ഭഗവത്ഗീത കേൾക്കുകയൊന്നും ചെയ്യില്ല. പൂർവ്വജന്മങ്ങളിൽ എന്തോ ഭഗവാന്റെ കൃപ കൊണ്ട് ചെയ്തിട്ടുണ്ട്, വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ട് നടന്നിട്ടുണ്ട്. ഏത് ജന്മത്തില എന്താണെന്നും നമുക്കറിയില്ല. അതേപോലെ നമുക്ക് ചീത്തയായിട്ടുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷനും അല്ലെങ്കിൽ ആ ഒരു വാസനയും നമ്മുടെ കൂടെ ഉണ്ടാവും.
അങ്ങനെയാണ് ശരീരം മാറുന്നുണ്ടെങ്കിലും വാസനകൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ഭക്തിയുടെ ക്രെഡിറ്റ് അല്ലാതെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ പൂജ്യമാക്കിയാലേ ഈ ലോകത്തു നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. തീരുമാനങ്ങൾ നല്ലതെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി ശാസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, ഗുരുജനങ്ങളെ തന്നിട്ടുണ്ട്, നാമം, ഭാഗവതം എല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് നമ്മൾ ഉപയോഗിച്ച് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ മുഖം തിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്ന് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കാലാകാലങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇരിക്കുന്നത് പോലെ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവലായിരിക്കും സംഭവിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നതും ഇവിടെ നമ്മൾ പ്രഭുപാദ് പറയുന്നതും. ഇവിടെ പറയുന്നു കർഷതി എന്നുള്ള വാക്കും പറയുന്നുണ്ട്. ശരിക്കും ഇരുമ്പ് ചങ്ങലയിൽ പെട്ട പോലെയാണ് നമ്മളിരിക്കുന്നത്. കാര്യം കർമ്മങ്ങൾ, ഒരുപാട് കർമ്മം, അതിൻ്റെ അക്കൗണ്ട് നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ അതിൻ്റെ ആ ഒരു അക്കൗണ്ട് നമ്മുടെ കൂടെയുണ്ട്. ഇതിനെല്ലാം പൂജ്യമാക്കണം നമ്മൾ. എളുപ്പമല്ല. ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരം, ഇങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും റിയാക്ഷൻ ഉണ്ട്. അത് ഭഗവാനെ സമർപ്പിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വലിയ മേരു പർവ്വതം പോലെ നമ്മുടെ കർമ്മങ്ങൾ കിടക്കുവാണ്. ഇനി അതിനെല്ലാം പൂജ്യമാക്കണമെങ്കിൽ കളഞ്ഞ് കൊണ്ടുവരണമെങ്കിൽ എത്ര സമയമെടുക്കും? എന്നാൽ സാധിക്കാത്ത കാര്യമല്ല. അതുകൊണ്ടാണ് ഇത്രയും മേരുപർവ്വതം പോലെയാണ് കർമ്മം കിടക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ. അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ. കർഷതി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനസ്സ് ഉപയോഗിച്ച് ഭഗവത് സേവനങ്ങളല്ലാതെ വേറെ കാര്യങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ മേരുപർവ്വതത്തിൻ്റെ സൈസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് കർമ്മം. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ബാക്കിയുള്ള നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത് അതെല്ലാം എനിക്ക് സമർപ്പിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു. അതിൽ ഭഗവാന് സമർപ്പിക്കുന്ന പ്രസാദവും അല്ലെങ്കിൽ ഭോഗം എല്ലാം വരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ റിയാക്ഷൻസ് വരാതെയാവും. അപ്പോൾ അതാണ് ഒരു മാർഗം. അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. ഇതേ ഉള്ളൂ ഒരു മാർഗം. പ്രഭുപാദ് അതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഈ ഇരുമ്പ് ചങ്ങലയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. രജോ ഗുണങ്ങൾ തമോ ഗുണത്തിൻ്റെയും സത്വഗുണം കുറച്ചുണ്ടാവും, എന്നാൽ കൂടുതൽ രജോ ഗുണവും തമോ ഗുണമാണ്. രജോ ഗുണമാണ് കൂടുതൽ ഇവിടെ, കൂട്ടത്തിൽ തമോ ഗുണവും. രണ്ടും കൂടെ ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെടുവാണ് ആളുകൾ. അതാണ് പറയുന്നത് ഭഗവാൻ ഇവിടെ. അതുകൊണ്ട് നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കാനുള്ള മാർഗമായിട്ടാണ് ഭഗവത്ഗീത വന്നിട്ടുള്ളത്. ഭഗവാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുവാണ്. നമ്മൾ ആരാണ്? ഭഗവാൻ പറയുന്നു മമേ വംശോ, എൻ്റെ അംശങ്ങളാണ്. അതേപോലെ നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അതേപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സുമൊക്കെ ഉപയോഗിച്ച് നമ്മളിവിടെ ജീവിച്ചു പോകുന്നു, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ചും പറയുന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യവും ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ്, ഇനി ഇവിടെ നമ്മളിരിക്കുന്ന ആ ഒരു ദുഃഖമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നും നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നു, ഓർമ്മിപ്പിക്കുന്നു. കൂട്ടത്തിൽ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? സനാതനമായിട്ടുള്ള ഭഗവാന്റെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നതത് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമമമ. ഏത് ലോകമാണോ ഒരിക്കലും നശിക്കാത്തത്, സൂര്യനും ചന്ദ്രനും ഒന്നും അവിടെ ആവശ്യമില്ല, ഇവിടെ ഈ ലോകത്ത് വേണ്ടതുപോലെ, ആ ലോകത്തിലേക്ക് ഒരിക്കൽ പ്രവേശിച്ചാൽ പിന്നെ തിരിച്ച് ഭൗതിക ലോകത്തിൽ വരില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള മാർഗങ്ങളും ഭഗവാൻ ഇവിടെ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജീവാത്മാക്കൾ ആ തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മാറ്റിവെച്ച്, പ്രതികൂലമായിട്ടുള്ളതിനെ മാറ്റിവെച്ച് അനുകൂലമായിട്ടുള്ളത് സ്വീകരിച്ച് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ജീവാത്മാക്കളായി നമ്മളെല്ലാവരും ഓരോരുത്തർക്കും ആ സനാതന ലോകത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവത് സേവനങ്ങൾ നേരിട്ട് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത്. ആധ്യാത്മിക ശരീരത്തോടു കൂടി നമ്മളവിടെ പോകുന്നു. ഈ ഭൗതിക ശരീരം അവസാനിപ്പിച്ച് നമ്മളവിടെ പോകാനുള്ള അവസരമാണ് കിട്ടുന്നത്. അതാണ്
അതിനുള്ള എല്ലാവിധ ക്വാളിറ്റീസും നമ്മുടെ ജീവാത്മാവിനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിന് സാധിക്കാത്ത കാര്യമല്ല, സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സാധിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. കർമ്മത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി എത്രയാണെന്നറിയില്ല. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും സാധിക്കും. കാര്യം എന്താണ്? ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു അവസരമുണ്ട് നമുക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് ആ അവസരം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രഭുപാദും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നാളെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്രീ ഭഗവത്ഗീത की जय, जगतगुरु शिला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्णा. प्रणाम. हरे कृष्णा. प्रणाम प्रभु जी.